ശ്രീത്തെ, വയനാട് ലോക്സഭാ മണ്ഡലവും ബൈ ഇലക്ഷൻ. രാഹുൽ ഗാന്ധി MP സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. ഇവിടെ മത്സരിക്കാനെത്തുന്നു. സ്വാഭാവികമായി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അത്രയെങ്കിലും എത്തേണ്ടിയിരുന്ന ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ 64.71%. ചിലപ്പോൾ ഇപ്പോൾ പുതിയ ഇന്നത്തെ ദിവസം അന്തിമ കണക്ക് വരുമ്പോൾ 1%, 2% കൂടിയേക്കാം. എന്നാൽ പോലും പോളിങ്ങിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 73.57% വയനാട്ടിൽ പോളിംഗ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ. ഇത്തവണ ഇത്രയും വലിയ പ്രചാരണ കോലാഹലമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ ഇത്രയും പോളിംഗ് ആണോ അവിടെ ഉണ്ടാകേണ്ടത്? അപ്പോൾ ഇത് നമ്മൾ അനുമാനിക്കുന്നത്, വയനാടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഏറ്റവും ഉറച്ച കോട്ടയാണ്. അപ്പോൾ വലിയ വോട്ടിംഗ് പോളിംഗ് അന്ന് നടക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ തന്നെ വോട്ട് അവർ ചെയ്യിപ്പിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞു പോയത്? നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ് പറയാൻ പറ്റുന്നത്? ജോണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വയനാട് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ മണ്ഡലമാണ്. വയനാട്ടിൽ നിന്നുള്ള 3 നിയമസഭാ മണ്ഡലവും, അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് 1 മണ്ഡലവും, മലപ്പുറത്ത് നിന്നും 3 മണ്ഡലവും. മലപ്പുറം പൊതുവെ അറിയാവുന്നതാണ്, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലേക്ക് വരുമ്പോഴും ചില മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമാണ് മുസ്ലിം ലീഗിൻ്റെ ഉള്ളത്. അതിനാൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ അടിത്തറ വച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ മുന്നേറ്റം നടത്തുന്നത്. ഈ മണ്ഡലം രൂപീകരിച്ച ശേഷം തുടർച്ചയായി തന്നെ അവിടെ വിജയിക്കുന്നത് കോൺഗ്രസ് ആണ്. ഒരു തവണ മാത്രമാണ് 20,000 വോട്ടിന് ഷാനവാസ് വിജയിക്കുന്നത്. കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് ആ മണ്ഡലത്തിലായിരുന്നു. 2014 സമയത്തായിരുന്നു. അതിനുശേഷമായ 2019 വലിയ മോദി തരംഗം നമ്മുടെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്നു. അതിനാൽ തന്നെയാണ് ഭയപ്പെട്ടുകൊണ്ടാണ്, ഉറപ്പായിട്ട് പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതിനാൽ തന്നെയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ്, വയനാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി, അപ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിനാൽ തന്നെ വലിയ ആവേശത്തിലായിരുന്നു ജനങ്ങൾ. അങ്ങനെ 2019 വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ആ പ്രചരണത്തിൻ്റെ കോലാഹലത്തിൻ്റെ ഫലമായി തന്നെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനവും ആ സമയം വർദ്ധിക്കുകയാണ്. അന്ന് 2019 80% പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വെറും 64 അപ്പോൾ ഓർക്കണം 80%. ആ 80% വോട്ട് വർദ്ധിച്ചപ്പോഴും അതിൻ്റെ ബലം കിട്ടിയത് കോൺഗ്രസിനാണ്. കോൺഗ്രസിൻ്റെ നമുക്കറിയാം, രാഹുൽ ഗാന്ധി അന്ന് 4,31,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, കേരള ചരിത്രത്തിൽ തന്നെ ഒരു നേതാവ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിട്ടില്ല. അത്രയും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് അദ്ദേഹം MP ആയി പോകുന്നു. അതിനുശേഷം ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്ന രാഹുൽ ഗാന്ധി എന്തായാലും പ്രധാനമന്ത്രി ആയില്ല, പക്ഷേ സ്വന്തം മണ്ഡലത്തിലെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ പൂർണ്ണമായും നിറവേറ്റാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം MP എന്ന നിലയിൽ മണ്ഡലത്തിലെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ അതുപോലും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. വിരലിൽ എണ്ണാവുന്ന തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടുള്ളത്. മറ്റുള്ള മണ്ഡലങ്ങളെ പോലെയല്ല വയനാട്. 100 കണക്കിന് പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ്. കാരണം നമുക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ ഗോത്ര വിഭാഗങ്ങൾ, ട്രൈബൽസ് തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. ബാക്കിയുള്ള ഒരു ജില്ലയിലൊന്നും ഇത്രയിലധികം ഒരു ട്രൈബൽസ് തിങ്ങിപ്പാർക്കുന്നില്ല. അവിടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പല പ്രശ്നങ്ങളുമുണ്ട്. അതൊന്നും പരിഹരിക്കാൻ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി MPക്ക് കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ഗുരുതരമായ രോഗം വന്നാൽ കോഴിക്കോട് അവിടെ ആകെ ഉള്ളത് മാനന്തവാടി, 3 മണിക്കൂർ യാത്ര ചെയ്ത് വരാൻ പറ്റും. മാനന്തവാടി മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിൻ്റെ ദയനീയ അവസ്ഥയാണ്. ജില്ലയിൽ ഒരു ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അത്ര പോലും അവിടെ ക്രമീകരണങ്ങളില്ല. പക്ഷെ അവിടെ പറയുന്നത്, ബോർഡ് വച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് എന്നാണ്. അതിൻ്റെ പരിമിതികളുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ ചിലപ്പോൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമായിരുന്നു. അതിന് സാധിച്ചിട്ടില്ല. അതേപോടൊപ്പം തന്നെ ചേട്ടൻ സൂചിപ്പിച്ചതാണ് ഈ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തണമെന്ന്. ഈ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തുമെന്ന് ഉറപ്പുണ്ടോ? കാരണം അവിടെ ചുരമുണ്ട്, ഗതാഗത ചുരത്തിൽ ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാവും. അതെ, വലിയ തരത്തിലുള്ള ബ്ലോക്കിൽ പെട്ടാൽ ഇപ്പം ഗുരുതര രോഗമായിട്ട് വരുന്ന ഒരാൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ
അത്തരത്തിൽ അതാണ് ഗതാഗത പ്രശ്നം വളരെ വലിയ രൂക്ഷമാണ്. ആ ചുരത്തിൻ്റെ ആ വീതി വർദ്ധിപ്പിക്കാനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. പക്ഷെ അതിനെ ശ്രമിക്കാനല്ലോ, അങ്ങനെ ഒരു ശ്രമം നടത്താനല്ലേ നാം ഒരു MLA ഒരു MP തിരഞ്ഞ് അവിടെ എത്തിക്കുന്നത്. അദ്ദേഹം ഈ ലോക്സഭയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാജരെടുത്ത് നോക്കണം, വളരെ കുറവാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ഹാജരുള്ള ഒരു MP ആ ഗണത്തിൽ വരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലത്തിലെ MP പോയി അവിടെ തൻ്റെ ഈ ജനങ്ങളുടെ ആവശ്യം ചോദിച്ചു വാങ്ങണം, അതിനുള്ള ശ്രമം പോലും നടത്താത്തൊരു MP ആണ്. അങ്ങനെ വലിയ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം വന്യജീവി ശല്യമാണ്. വന്യജീവി ശല്യം അറിയാമല്ലോ, വലിയ രീതിയിലുള്ള വന്യജീവി ശല്യമുണ്ട്. പലവരെയും ആന ചവിട്ടി കൊല്ലുന്നു, കടുവ കടിച്ചു കൊല്ലുന്നു. അത്തരത്തിലുള്ള വലിയ സംഭവങ്ങളുള്ള ഒരു മണ്ഡലത്തിലും ഈ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ അവരെല്ലാം വലിയ പ്രതിഷേധങ്ങളെല്ലാം ചിലപ്പോൾ ജോണേട്ടൻ കണ്ടിട്ടുള്ള മാനന്തവാടി നഗരത്തിലെല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് കളക്ടറെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് വലിയ സമരങ്ങളെല്ലാം ഉണ്ടായ കാരണം ഒരു യുവാവിനെ, ഒരു മധ്യവയസ്കനെ ഈ വീട്ടിന് മുന്നിൽ വെച്ച് ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം ജനങ്ങൾ ചോദിച്ചത് MP എവിടെയെന്നാണ്. MP കാണാനില്ല. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ വെച്ചാണെങ്കിൽ കല്യാണത്തിനും അതോടൊപ്പം തന്നെ മരണത്തിനും ഉൾപ്പെടെ MP സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ ഇത്തരമൊരു വലിയ പ്രശ്നം വന്നപ്പോൾ MP കാണാനില്ല. അതോടൊപ്പം ഈ രാത്രിയാത്രാ നിരോധനമുണ്ട്. ഈ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. അപ്പോൾ നിരന്തരം ഈ വാഹനങ്ങൾ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം. ഈ രാത്രി 9-10 മണി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഈ രാത്രിയാത്രാ നിരോധനമുണ്ട്. അത് പരിഹരിക്കാൻ അവിടുത്തെ ജനങ്ങൾ പല നിവേദനങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് നൽകുകയുണ്ടായി. പക്ഷെ അതൊന്നും പരിഹരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കർണാടകയിൽ കോൺഗ്രസിൻ്റെ സർക്കാരാണ് നിലവിലുള്ളതെന്നും നാം തിരിച്ചറിയണം. അപ്പോൾ ഇവർക്കൊരു ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അതും പരിഹരിച്ചില്ല. ഞാൻ ഇവിടെ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഈ പ്രിയങ്ക ഗാന്ധി നേതാവാണ്, ദേശീയ നേതാവാണ്, രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ്. ഈ അപ്പോൾ പോളിംഗ് ശതമാനം അവിടെ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞാൽ 2 തവണയും പോളിംഗ് ശതമാനം വർദ്ധിച്ചിരുന്നു. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഇല്ലാത്തതുകൊണ്ട് പൊതുവെ അതാത് മണ്ഡലങ്ങളിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ പ്രിയങ്ക ഗാന്ധി ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി വന്ന് വോട്ട് ചെയ്യേണ്ടതാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു ആവേശമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ലാതെ പോകുന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്? അല്ല, ആ പ്രതീക്ഷ ജനങ്ങൾ വലിയ പ്രതീക്ഷ വയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2019 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ അത് നിറവേറ്റി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന 2024 തിരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനം കുറയുകയാണ് ചെയ്തത്. 2019 80% 2024 വരുമ്പോൾ അത് 72% കുറയുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെയും ബാധിക്കുന്നുണ്ട്. ആദ്യം 4,30,000 വോട്ടിലധികം ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇത്തവണ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 3,60,000 ചുരുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ കാരണം വലിയൊരു ഫിഗറായിട്ട് കോൺഗ്രസ് അവതരിപ്പിച്ച രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വെറും MP തിരഞ്ഞെടുക്കുന്നത്. അന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത്. വെറും MP ആയ ഒരു രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്ന പേരുമായി ജനങ്ങൾക്കിടയിൽ പോയ ജനങ്ങൾ എന്ത് കരുതി വോട്ടിടും? ഈ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ മൂക്കും അതോടൊപ്പം തന്നെ ആ ഹെയർ സ്റ്റൈലും എന്ന് പറഞ്ഞ് ആയിരുന്നു കോൺഗ്രസ് സമീപിച്ചത്. ഇതിനു മുമ്പ് അങ്ങനെ ഈ ഉത്തരേന്ത്യയിൽ ചില സമരങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധി ഇടപെട്ടത് ഒഴിച്ചാൽ എന്താണ് ജനങ്ങൾക്കിടയിൽ അവർ ചെയ്തിട്ടുള്ളത്? അത് ജനങ്ങൾ ചിന്തിക്കില്ലേ? അത്തരത്തിൽ ആ കോൺഗ്രസിൻ്റെ പല ഇത്തരമുള്ള വീഴ്ചകളും കൊണ്ടാണ് നിലവിൽ ഈ വോട്ടിംഗ് ശതമാനം വളരെ രീതിയിൽ കുറഞ്ഞിട്ടുള്ളത്. കാരണം മലപ്പുറം ജില്ലയിലെല്ലാം വലിയ രീതിയിൽ പല തെരഞ്ഞെടുപ്പുകളിലും നമുക്കറിയാവുന്നതാണ്, വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരു മണ്ഡലങ്ങളാണ്. ആ 3 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഇത്തവണ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. 5 ലക്ഷമാണ് വോട്ടാണ് അവർക്ക് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. അത് ലഭിക്കുമോ എന്ന രീതി കുറയാനുള്ള സാധ്യതയാണ്. മറ്റൊന്ന്, എന്തായാലും ജയിക്കും എന്ന് കോൺഗ്രസിന് അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അലസത, എന്തായാലും ജയിക്കും. അപ്പം പിന്നെ കാര്യമായ പണിയെടുക്കണ്ട. വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ ദിവസം രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം. വോട്ടർമാരെ ഉച്ചയ്ക്ക് മുമ്പ് മാക്സിമം വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക. അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉച്ചയ്ക്ക് മുമ്പ് മാക്സിമം ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ഒരു പണി എന്തായാലും കോൺഗ്രസ് അവിടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ. പക്ഷെ കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ പറയുന്നത് LDFന്റെ വോട്ടുകൾ കുറഞ്ഞു എന്നാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴറിയാം. എന്തായാലും കുറയാനുള്ള സാധ്യത എന്തായാലും കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ഡലമാണ്. ആ അടിത്തറയുള്ള മണ്ഡലത്തിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ മൂകത അനുഭവപ്പെട്ടിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു. രാഹുൽ ഗാന്ധി വിജയിച്ചു പോയതിനു ശേഷമാണ് ഒരു അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചെന്ന ചിന്തയും ജനങ്ങളുടെ മനസ്സിൽ നിലവിലുണ്ട്. ശരി.